Okay. Very, very happy. Yes. Thank you. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് അല്ലെ. ഫോർഗീവ്നെസ്സിനെ കുറിച്ച് കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഒരുപാട് ആളുകൾ അല്ലെ, ഇതുകൊണ്ട് ഫോർഗീവ്നെസ് തീരാതെ ഒരുപാട് അത് പലതരം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ കേൾക്കാൻ വന്നിട്ടുണ്ട് അല്ലെ ക്ലാസ്സിൽ. എന്താണ് ഫോർഗീവ്നെസ്? ഫോർഗീവ്നെസ്സിനെ കുറിച്ച് നമുക്ക് എത്ര കേട്ടാലും മതിയാകാത്തൊരു വിഷയമാണ് അല്ലെ. എത്ര കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. കാരണം നമുക്ക് ഒരുപാട് തീരാനുണ്ട് ഫോർഗീവ്നെസ് അല്ലെ. ഏതായാലും എന്നെ കേൾക്കാൻ, ഈ ഒരു ടോപ്പിക് കേൾക്കാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ ഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ ഫോർഗീവ്നെസ്? EFT പഠിക്കാത്ത അറിയാത്തവരൊക്കെ ഉണ്ടാവും. ഞാൻ പൊതുവെ കോമൺ ആയിട്ടുള്ള ഒരു രീതിയിൽ പോലെ EFTയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറയുന്നത്. എന്താണ് മൈക്കൊന്ന് ഓഫ് ആക്കണം. അപ്പോ ഫോർഗീവ്നെസ് എന്താണ്? നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെ, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക, നമ്മളെ സ്വന്തം സെൽഫ് ഫോർഗീവ്നെസ്. എന്തൊക്കെ ഫോർഗീവ്നെസ് ഉള്ളത്? ഒന്ന് സെൽഫ് ഫോർഗീവ്നെസ് അല്ലെ. സെൽഫ് ഫോർഗീവ്നെസ് പറഞ്ഞാൽ എന്താണ്? സ്വന്തത്തോട് പുറത്തു കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഫോർഗീവ്നെസ് അതേഴ്സ്. ഫോർഗീവ്നെസ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മളെ കൂടെ ഉള്ളവർക്ക്, നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിലും ശരി, നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഈ ലോകത്തിൽ ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും ജീവികളോ ജന്തുക്കളോ ആരോടെങ്കിലും നമുക്കൊരു വെറുപ്പോ ദേഷ്യമോ ഇറിറ്റേഷനോ തോന്നിക്കഴിഞ്ഞാൽ അതൊരു നമ്മളെ ഉള്ളിൽ ഇമോഷനായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അസ്വസ്ഥതകളും ശരീരത്തിന് ഒരുപാട് നമുക്ക് വേദനകളും പ്രയാസങ്ങളും ഒന്നൊന്നും വരാതെ പ്രധാനമായിട്ടും വെൽത്ത് ബ്ലോക്ക് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഇമോഷനാണ് ഈ ഫോർഗീവ്നെസ് ഇല്ലാത്തതുകൊണ്ട്, ഫോർഗീവ്നെസ് ചെയ്യാത്തതുകൊണ്ട് വരുന്ന ഓരോ ദോഷഫലങ്ങളാണ്. നമുക്കൊന്നും നമ്മളേക്ക് അടുക്കില്ല, നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ആയിരിക്കും, ഹാപ്പിനെസ് ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പൊ ഈ ആദ്യം ഞാൻ പറയാം സെൽഫ് ഫോർഗീവ്നെസ്സിനെ പറ്റി. സെൽഫ് ഫോർഗീവ്നെസ് എന്താണ്? സ്വന്തത്തോട് പുറത്തു. നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഫീലിങ്സ് എന്തെങ്കിലും ഉണ്ടാവും, സ്വയം ഫീലിങ്സ്. അതായത് നമ്മൾ പണ്ട് കാലത്തെ ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, നമ്മൾ കുട്ടിക്കാലത്തെ പല ഓർമ്മകൾ, പല പ്രശ്നങ്ങൾ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന സമയത്ത് നമ്മൾക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ, അതല്ല നമ്മളെ ഫ്രണ്ട്സിന് കിട്ടിയ സൗകര്യം, നമ്മളെ മറ്റുള്ള ബന്ധുമിത്രാദികൾക്ക് നമുക്ക് കിട്ടിയ സൗകര്യം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു തോട്ട് നമ്മളെ മനസ്സിൽ, നമ്മളെ മൈൻഡിൽ ആകെ ചെളി പിടിച്ചു നടക്കുകയാണ്. അത്രയും ട്രോമാസ്. അതായത് ഭയങ്കര എന്തിനൊരു തടസ്സം, എന്തിനൊരു ആ ഒരു രീതിയിൽ നമ്മളെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും നമ്മൾ 25 വർഷം ആയിക്കോട്ടെ, 15 വർഷം മുമ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ സംഭവങ്ങൾ, ഇൻസിഡൻസുകൾ നമ്മളെ മനസ്സിൽ കുടുങ്ങി കിടക്കുകയാണ്. അത് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ നമുക്ക് അല്ലെ ഇതിനെ കുറിച്ച് അറിയാത്ത. ഫോർഗീവ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫോർഗീവ്നെസ് ഇല്ലാതെ ആരുടെയും ഈഗോ വെച്ചിട്ട്, ദേഷ്യം വെച്ചിട്ട്, അത്രത്തോളം ഇറിറ്റേഷൻ വെച്ചിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആ ഒരു പണ്ടത്തെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി ഇഞ്ഞു കൂടിയ അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലം എന്താണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ലായിരിക്കും അല്ലെ. കുറെ ആളുകൾ EFT വന്നതിന് ശേഷം, കുറെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പല ക്ലാസ്സുകൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ സീരിയസ്നെസ്, ഈ ഫോർഗീവ്നെസ് എന്താണെന്നുള്ളത് അല്ലെ. ഫോർഗീവ്നെസ് എന്താണെന്നുള്ള സീരിയസ് നമ്മൾ പല ക്ലാസ്സിലൂടെയും നമ്മൾ കിട്ടിയ കോഴ്സിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഓരോ നിമിഷം മറന്നു പോവാണ്. പല സമയത്തും നമ്മൾ മറന്നു പോവാണ്. നമ്മൾ ആർക്കെങ്കിലും പുറത്തു കൊടുക്കാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ടായിരിക്കും നമുക്ക് പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും, ഹാപ്പിനെസ്സും ഇല്ലായ്മയും, ഏത് നേരം ദുഃഖാവും, ഏത് നേരം നമുക്ക് ഇറിറ്റേഷൻ, മറ്റുള്ളവരോട് ഭയങ്കര അമർഷം തോന്നുക, ഒരു ഷോർട്ട് ടെമ്പർ, എപ്പോഴും എടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം വരിക അല്ലെ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. അപ്പൊ ആ ഒരു പഴയ കാലത്തെ ഓർമ്മകളും ഇപ്പൊ 4-5 ദിവസം മുമ്പ് ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലും ആ സീനും മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. ഇമോഷൻസ്, ആ ഇമോഷൻസ് എന്തൊക്കെയാണ്?
ഒന്ന് ആശങ്കകൾ, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസ്, ആശങ്കകൾ, അല്ലെ, വറി, അതുപോലെ ആൻസൈറ്റി, അതായത് നമ്മൾ ഇത് ഉത്കണ്ഠ നമ്മൾ ജീവിതത്തിൽ ആ ഒരു ഇനി വരാനുള്ള ജീവിതത്തെ കുറിച്ച് ഓർത്ത് അതിന് ടെൻഷൻ, ഓവർ സ്ട്രെസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു ചേരുകയാണ് അതിനെ കുറിച്ച്. ഇപ്പത്തെ ഈ നിമിഷത്തെ നമ്മൾ ആസ്വദിക്കാതെ, ഈ നിമിഷത്തെ നമ്മൾ ഒരിക്കലും ആസ്വദിക്കാതെ വരാനിരിക്കുന്ന എന്തോ സംഭവത്തെ കുറിച്ച് അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുകയാണ്. അതാവോ, അത് സംഭവിക്കോ, ഇങ്ങനെ ആവോ, അതോ ഞാൻ ചെയ്തത് വല്ല കുറവുണ്ടോ, ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിൽ തന്നെ, നമ്മളോട് തന്നെ, ഉള്ളിലുള്ള ആളോട് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോ ഇത്ര ആശങ്കകളും ഇങ്ങനെയുള്ള പല ഇമോഷൻസുകളും, അതായത് അസൂയ, കുശുമ്പ് പറയും, ഇതൊക്കെ നമ്മൾ അടിഞ്ഞു കൂടുന്നു. നിസ്സാര കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും ഇത്ര ഇമോഷൻസ്, പക്ഷെ അത് നിസ്സാരമല്ല, വലിയൊരു സാരമായ ഇമോഷൻസ് ആണ് നമ്മളെ ഇതിൽ. ആ ഒരു ഇമോഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഒന്നിനൊന്നിനും ഇതില്ല, ഭയങ്കര അതിങ്ങനെ അടിഞ്ഞു കൂടി അതിന്റെ ഗാംഭീര്യം, പവർ വർദ്ധിച്ച് എന്താവും, വിദ്വേഷമാവും, അവരോടൊന്നും ഒരു സംസാരിക്കുമ്പോ ദേഷ്യമായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് വരും. ഒരുപാട് ഇമോഷൻസ് ആണ്, ഈഗോ ഉണ്ട്, ഭയമുണ്ട്, അതുപോലെ ആലസ്യം, മടി, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് വറി, ആവശ്യമില്ലാത്ത ആശങ്കകൾ, അങ്ങനെയുള്ള ഈ ആൻസൈറ്റി, ഇങ്ങനെയുള്ള ഇമോഷൻസ് നമ്മളെ മനസ്സിൽ അടിഞ്ഞുകൂടുകയാണ്. ആ അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസ്വസ്ഥരാകും. ഈ അസ്വസ്ഥരാകുന്ന സമയത്ത് നമുക്ക് വരുന്ന അസ്വസ്ഥരാകുമ്പോഴാണ് നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ്, സ്വയം നമ്മൾക്ക് മാപ്പ് കൊടുക്കുക. നമ്മൾ സ്വയം നമ്മളെ സ്വന്തത്തോട് മാപ്പ് കൊടുത്താലുള്ളൂ നമുക്ക് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല. ആ ഒരു ചെറിയ ഇമോഷൻസ്, ചെറിയൊരു സീനാണെങ്കിൽ പോലും നമുക്കത് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ, നമുക്ക് സ്വന്തം പുറത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അത് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. അൺമ്യൂട്ട് ആരൊക്കെയാണ്? ഒരു സെക്കൻഡ്. ഓക്കെ, ആരെങ്കിലും അൺമ്യൂട്ട് അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ. എക്കോ സൗണ്ട് വരുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ സ്വന്തത്തോട് പുറത്തു കൊടുക്കുന്ന ശീലം നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഫോർഗീവ്നെസിന്റെ ഒരു ആനന്ദമുണ്ട്, ഫോർഗീവ്നെസിന്റെ ഒരു ഫീലിങ്സ്, ഒരു ആനന്ദം നമ്മൾ ആസ്വദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ ഡെയിലി കിടക്കുമ്പോൾ തന്നെ, ഡെയിലി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ, നമ്മൾ ദിവസേന രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സ്വയം പുറത്തു കൊടുത്ത് കിടക്കണം. സ്വയം പുറത്തു കൊടുക്കലും അതുപോലെ ഫോർഗീവ്നെസ് അതേഴ്സ്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്തിട്ട് ആ ഒരു ഉന്മേഷത്തിൽ കിടക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ മാക്സിമം നമ്മളെ ചെയ്യാൻ പറ്റണം. ആ ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ നമ്മൾ ദിനം പ്രതി ആ ഒരു ഹാബിറ്റ് നമ്മൾ കൊണ്ടുവരിക, ആ ശീലം കൊണ്ടുവരിക. ഡെയിലി നമുക്കിപ്പോ എത്ര കൊടുത്താലും നമ്മളൊന്ന് പുറത്തു പോയി ആരോടെങ്കിലും ഒരു ഷോപ്പിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ അയാൾക്ക് നമ്മളോട് തോന്നി, അല്ലെങ്കിൽ നമുക്ക് അയാളോട് തോന്നി, അയാളുടെ ഒരു ആംഗ്യ ഭാഷയിൽ, അയാളുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ ഒരു ഇറിറ്റേഷൻ, ഒരു അംശം കുടുങ്ങിയാൽ പോലും അത് നമ്മളെ ഉള്ളിലുള്ള ഒരു ബ്ലോക്കാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും അയാളോട് ഒരു അസ്വസ്ഥത ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അസ്വസ്ഥയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വളരെ കാമൻ ക്വയറ്റായിട്ട് വരുന്ന ഒരു മനസ്സ്, വളരെ ശാന്തത നിറഞ്ഞൊരു മനസ്സായിരിക്കും, ആരോട് വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാതെ. അപ്പൊ അത്രയും ക്ലീൻ ആയിരിക്കും മനസ്സ്, മൈൻഡ് എപ്പോഴും. നമുക്ക് എന്നിരുന്നാലും നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ ഒരു മാലാകന്മാരൊന്നും അല്ലല്ലോ, നമുക്ക് എപ്പോഴും അബദ്ധങ്ങൾ പറ്റാം, പല ഇറിറ്റേഷന് വരാം, ദേഷ്യങ്ങൾ സംഭവിക്കാം, പലരോടും നമുക്ക് എന്തെങ്കിലും ചൊറിഞ്ഞ രീതിയിൽ സംസാരിക്കാം, ഇടവരും. പല സമയത്ത് നമ്മൾ ചിലപ്പോൾ എനർജി ചിലപ്പോൾ ഡൗൺ ആവുന്ന സമയത്താണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഒക്കെ നമ്മളെ ഉള്ളിൽ വരുന്നത്. ഹൈലി എനർജി ആയിട്ട് നമ്മൾ നല്ലൊരു എനർജി ബാലൻസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഒരാളോട് ഫൈറ്റ് ചെയ്യാനോ, മോശമായി സംസാരിക്കാനോ, അങ്ങനെ ഒരു വെറുപ്പോട് സംസാരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. വളരെ സൗമ്യതയോടുകൂടി, സൈലന്റായി, അവരുടെ കാര്യങ്ങൾ നല്ല ലിസണിങ്ങോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കാനൊക്കെ നമുക്കൊരു താല്പര്യമുള്ള ആളായി മാറും. എന്താണ് മനസ്സിൽ ഒന്നുമില്ല, ക്ലീനാണ്, അതായത് ക്ലീനാണ്, ഫിൽട്ടറാണ്, ഒന്നുമില്ല മനസ്സിൽ.
ഫോർഗീവ്നെസ് അതായത് നമുക്ക് പുറത്തു കൊടുക്കാൻ ഒന്നുമില്ല, അങ്ങനെ ഒരു വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു മനസ്സൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ, എത്രത്തോളം രസമാണ്. ആ ഒരു രീതിയിൽ നമ്മളെ മൈൻഡൊക്കെ എത്തണം. ഈ പറയുന്നത് എന്നോട് കൂടി ഞാൻ പറയുന്നത് കേട്ടോ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് ഈ സെൽഫ് ഫോർഗീവ്നെസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇത്രയും ഇമോഷൻസ് നമ്മൾ എന്തെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ, ആ ഫീലിങ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പുറത്തു കൊടുക്കുക. അതിനെ നമ്മൾ സ്വന്തത്തോട് ഐ ഫോർഗീവ് മൈസെൽഫ്, എന്താ പറയേണ്ടത്, ഐ ഫോർഗീവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ ആ ഒരു സീന്, ആ ഒരു ഇൻസിഡന്റിനെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സ്വയം അംഗീകരിക്കുന്നു. അവിടെയും അക്സെപ്റ്റൻസിന്റെ മൂല്യമാണ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്. അല്ലെ, ഈ 3 വാക്കും നമ്മളെ എനർജി മെഡിസിൻ ആണ്. ഈ 3 വാക്കും എന്താണ്, എനർജി മെഡിസിൻ എന്ന് അതിനറിയപ്പെടുന്നത്. എപ്പോഴും പറയേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഇങ്ങനെ പറയുന്ന എന്തെങ്കിലും പ്രാർത്ഥന പോലെ ഐ ലവ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു സീനോ എന്തെങ്കിലും രാത്രി അല്ല രാവിലെ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് പോയി മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് തർക്കമുണ്ടായി, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി, അന്നേരം നമ്മൾ ഇങ്ങനെ ഓർമ്മ വരും രാത്രി നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പുറത്തു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്നോട് തന്നെ ആ ഒരു സംഭവം, ഈ ഒരു സംഭവം ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിലും എന്നിരുന്നാലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ അല്ലെ, ഇറ്റ്സ് ഓക്കെ, ഞാൻ എന്നോട് പൊറുക്കുന്നു, ഞാൻ എന്നോട് തന്നെ പൊറുക്കുന്നു, എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, അതിലുപരി ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള വാക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിങ്ങനെ ഹീലാവും. പിന്നെ അതോടുകൂടെ തന്നെ നമ്മൾ ഇതിനെ ഹോപ്പോനോപ്പോ എന്ന് പറഞ്ഞ ഒരു മന്ത്രമുണ്ട്. അവന ഈ ദ്വീപില്, പണ്ട് യൂറോപ്യൻ ആവാത്തൊരു ദ്വീപില് ആ ആളുകള് ഒരുപാട് ദ്വീപിലെ സമൂഹം, വലിയൊരു ജനങ്ങള് വളരെ സന്തോഷത്തോടു കൂടി നന്മയുള്ള ആളുകളായിരുന്നു. ഇപ്പൊ നമ്മള് ലക്ഷദ്വീപ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരു കുറ്റവും അതുകാരി ഒരു കള്ളന്മാരില്ല. ഇപ്പോ നമ്മള് ലക്ഷദ്വീപിലൊക്കെ പറയുന്നിട്ട് ഒരു കള്ളം പറയില്ല, അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു കേസ് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു ശുദ്ധമായ ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു ദ്വീപ് ഉണ്ടായിരുന്നു പണ്ട്. ഈ ലക്ഷദ്വീപിനേക്കാളും നല്ലൊരു ദ്വീപ്, അതിനേക്കാൾ നല്ലൊരു ദ്വീപ്. ആ ദ്വീപില് ചെയ്തിരുന്ന ഒരു മന്ത്രം, അവരുടെ ആ ഒരു സന്തോഷം, എപ്പോഴും അവർ ഹാപ്പിനെസ്സോട് കൂടി അത്ര ജീവിച്ചിരുന്നത്. അതിന്റെ രഹസ്യം എന്തായിരുന്നു, ഓ ഹോപ്പോനോപ്പോ എന്നൊരു മന്ത്രം ഉണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഓ ഹോപ്പോനോപ്പോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ വരും അതിന്റെ ആ ഒരു വോയിസ്. ഓക്കെ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. അല്ലെ, ഐ എം സോറി, നമ്മളോട് ക്ഷമിക്കുന്നു. മറ്റുള്ളവരോടും ഇപ്പൊ നമ്മൾ മറ്റുള്ളവരോട് പുറത്തു കൊടുക്കുകയാണെങ്കിലും എന്താ പറയാ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എനിക്ക് പുറത്തു തരൂ. അല്ലെ, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഞാൻ നിന്നോട് നന്ദി പറയുന്നു, നന്ദി, നിനക്ക് നന്ദി. ഓക്കെ, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു മന്ത്രം നമ്മൾ എപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാല്, നമ്മൾ ഏനി ടൈമില്, ഇപ്പൊ നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ചെല്ലുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ജോലി എടുക്കുന്ന സമയത്തോ എപ്പോഴൊക്കെ ഈ മന്ത്രം നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാവും, ആശ്വാസം. നമുക്ക് ഭയങ്കര ഒരു ഉള്ളിലുള്ള കുറെ ഇമോഷൻസ് ഒക്കെ ഹീലായി പോകും, നമ്മൾ അറിയാതെ തന്നെ. ഭയങ്കര ഒരു റിസൾട്ടാണ് വരിക. ഹോപ്പോനോപ്പോ എന്ന് പറഞ്ഞ ഒരു മന്ത്രമുണ്ട്. നിങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ എല്ലാവർക്കും അറിയാം, ഒരുവിധ ആൾക്കാർക്കും അറിയായിരിക്കും. യൂട്യൂബിലുണ്ട്, പോയി നോക്കിയാൽ ചെക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, അതെപ്പോഴും നമ്മളത് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എന്താവും, നമ്മൾ വെച്ച് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എത്രയോ പ്രാവശ്യം, 1000 പ്രാവശ്യമോ 10,000 എത്രയോ പ്രാവശ്യം നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ തന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ചു നേരം ഇരിക്കുകയോ അല്ലെങ്കിൽ കിടന്നിട്ടോ അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ് ഫ്രീ ആയി പോകുന്നു, റിമൂവ് ആയി പോകുന്നു. റിമൂവ് ആയി പോകുമ്പോൾ എന്താണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്, ഹാപ്പിനെസ് ആണ് അവിടെ. അല്ലെ, നമുക്ക് ആരോടൊരു വെറുപ്പില്ലാത്തൊരു സംഭവം നമുക്ക് എങ്ങനെയും വരും. നമ്മൾക്ക് പറയും എനിക്ക് ആരോട് വെറുപ്പൊന്നുമില്ല, ദേഷ്യമില്ല, ഞാൻ ആരോടും അങ്ങനെ വഴക്കില്ലാത്ത ഒരാളാണ് എന്നൊക്കെ നമ്മൾ വലിയ വർത്തമാനങ്ങളൊക്കെ പറയും. പക്ഷേ നമുക്കൊക്കെ ഉണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു തരി കിടക്കുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സംഗതി കിടക്കുന്നുണ്ട്. ഞാൻ പണ്ട് എൻ്റെ ഒരു അനുഭവം പറയാട്ടോ, EFT കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആ ഒരു സമയത്ത്
ഇങ്ങനെ ഈ ഒരു ഫോർഗീവ്നെസ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ അന്നേരം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ തകർച്ചയിലാക്കി ഇതായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു 8-9 വർഷം മുമ്പത്തെ ഒരു സ്റ്റോറിയാണ്. 9-10 വർഷം മുമ്പത്തെ സ്റ്റോറി. ആ സമയത്ത് ആ വ്യക്തിയോട് എനിക്ക് ഒരിക്കലും ഞാൻ അതിന് ശേഷം പറഞ്ഞു, ആരോട് പുറത്തു കൊടുത്താലും എനിക്ക് ആ വ്യക്തിയോട് പുറത്തു കൊടുക്കാൻ കഴിയില്ല. ഇതൊഴിച്ച് ഞാൻ മറ്റുള്ള എന്ത് പ്രാക്ടീസും ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ ഒരാളാണ്. സത്യമാണ്. ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞതാ. അങ്ങനത്തെ ആള് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഈ ഒരു ഫോർഗീവ്നെസ്സിനെ തെറാപ്പിനെ പറ്റിയിട്ട് ഇതിന്റെ മഹത്വത്തിനെ പറ്റിയിട്ട് ഞാൻ കേട്ടപ്പോ, ഞാൻ ശരിക്കും അത് ഗ്രാസ്പ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് എന്താ, എനിക്ക് നന്നാവണം, എൻ്റെ ഉള്ളിലുള്ള എനിക്ക് ഒരുപാട് വെൽത്ത് കിട്ടണം, സമ്പത്ത് ഉണ്ടാവണം, എൻ്റെ കടങ്ങൾ വീടണം, എനിക്ക് ഒരു ഉയരങ്ങളിൽ എത്തണം എന്നുള്ള ചിന്താഗതിയായി. എനിക്ക് രക്ഷപ്പെടണം, എനിക്കിതിങ്ങനെയൊന്നും പാടില്ല, എനിക്ക് ആ ഒരു ഹീൽ ചെയ്യണം. എൻ്റെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള ഒരു ദേഷ്യവും പകയൊക്കെ ഹീൽ ചെയ്ത് റിമൂവ് ചെയ്ത് പോണം. എനിക്ക് ജീവിക്കണം, എനിക്ക് ഉഷാറാവണം എന്നൊരു മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടാക്കി. ആ ഒരു തെറാപ്പി ഞാൻ ചെയ്ത അന്ന് രാത്രി ഞാൻ കിടന്ന് അത്രത്തോളം എന്താ പറയാ, അത്ര അടിപൊളി രാത്രിയായിരുന്നു. നല്ല സുഖമുള്ള ഒരു ഉറക്കം, അത്രത്തോളം ശാന്തതയോടുകൂടി ഉറങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ റിസൾട്ടാണത് ഫോർഗീവ്നെസ്സിൽ നിന്ന്. എനിക്കതിന് ശേഷം ആ ഒരു വ്യക്തിയോട് എനിക്കൊരു ദേഷ്യമോ പഴയ പോലുള്ള ഒരു ഇമോഷൻസോ ആ പണ്ട് എനിക്ക് തോന്നിയ അയാളോട് തോന്നിയ ഒരു വെറുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും എനിക്ക് ഇപ്പില്ല. അതാണ് നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ അതിൽ ഈഗോ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ അവർക്ക് പുറത്തു കൊടുത്ത പിന്നെ എന്തായാലും കാര്യമുണ്ട്. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഈ ഫോർഗീവ്നെസ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ അതായത് ഒരാൾക്ക് കൈ കൊടുത്ത് ഈ പറഞ്ഞ പിണങ്ങിയ ആളോട് പോയിട്ട് കൈ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേറെ, അത് പിന്നെ കാണുമ്പോൾ നമ്മൾ അനുസരിച്ച് ചെയ്യും. പക്ഷെ അവരോടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് അയാളോട് പറയാതെ തന്നെ അത് പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള ടെക്നിക്കുകൾ നമ്മളെ കയ്യിലുള്ളത്, അല്ലെ? അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോ അത് കുറച്ച് ഭാഗങ്ങളായിട്ട് പറഞ്ഞുതരാം, പിന്നെ അതിന് ശേഷം നമുക്ക് സ്റ്റെപ്പായിട്ട് പറയാം. അതായത് അത്രയും ഇമോഷൻസിനെ മറികടക്കാൻ, ഓവർകം ചെയ്യാനുള്ള, റിമൂവ് ചെയ്യാനുള്ള തെറാപ്പി. അതായത് അതിനുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് മനസ്സിലിരുത്തി. ഏത് തെറാപ്പി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇതിലൊരു തെറാപ്പി എന്ന് പറഞ്ഞാൽ എനർജി പോയിന്റ്സ് ടച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ എനർജി പോയിന്റ്സ് ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ അവയർനെസ് ആയിട്ടിരിക്കുക എന്നാ പറയുന്നത്. എപ്പോഴും അവയർനെസ്, അവബോധത്തിൽ ഇരുന്നാലുള്ളൂ എന്തൊരു പ്രാക്ടീസുകൾക്കും നമ്മൾ ചെയ്യുള്ളൂ. അവയർനെസ്സിലൂടെ ഇരുന്നാൽ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു മൈൻഡ് സെറ്റാണ്. എനിക്ക് ദേഷ്യമില്ല, ഒരാളോട് പകയില്ല, എനിക്ക് എൻ്റെ സ്വന്തത്തോട് തന്നെ ഞാൻ ഒരു ദേഷ്യവും പകയില്ലാത്തൊരു മനുഷ്യനാണ്, എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നമ്മളെ മനസ്സിൽ ക്ലിയർ ആയിരിക്കും. നമ്മളെ എനർജി നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, വൈബ്രേഷൻ വരും, അല്ലെ? വൈബ്രേഷൻ വരുന്ന സമയത്ത് പിന്നെ പറഞ്ഞ ഹോപ്പോണോപ്പോ മന്ത്രം അത് ഉരുവിട്ടാൽ തന്നെ നമുക്ക്, അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ് കേട്ടോ. ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതി. നമ്മൾക്ക് എന്ത് ഇമോഷൻ ആയിക്കോട്ടെ അതിനെ നമുക്ക് ഹീൽ ചെയ്യാം. നമ്മളൊക്കെ കേൾക്കുന്നതാണ് ഹീലിംഗ് തെറാപ്പി, അല്ലെ? ഹീലിംഗ് ചെയ്യുക. അതിലൊരു മെത്തേഡ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന്റെ ഒരു മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മൾ മൂവി ടെക്നിക്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ആ ഒരു എനർജി ഭാഗങ്ങളെ, എനർജി ഇങ്ങനെ ഓരോ ഭാഗങ്ങളെ പറ്റി ഞങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ജീവിതാൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അന്നത്തെ ക്ലാസ്സിൽ, അല്ലെ? വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം നമ്മൾ മൂവി തെറാപ്പി ഒക്കെ ചെയ്തിരുന്നു. ഈ നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യണം, സാധാരണ നമ്മൾ ചെറിയ ചെറിയ സംഭവത്തെ ഹീൽ ചെയ്യുമ്പോഴൊക്കെ എന്നുള്ള കറക്റ്റ് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ആ ഭാഗങ്ങൾ ഒന്നിപ്പോ ഈ ഭാഗം ഇങ്ങനെയൊക്കെ ചെയ്യാതുണ്ടോ, ഇവിടെ ഈ തലയുടെ ഈ ഭാഗത്ത്, പിന്നെ ഈ 2 സൈഡിൽ, ഈ നെറ്റിയുടെ ഈ പിരികത്തിന്റെ 2 സൈഡിൽ, പിന്നെ ഈ 2 സൈഡിൽ, പിന്നെ ഈ സൈഡിൽ, അതുപോലെ മൂക്കിനെ ഈ ഭാഗത്ത് ടാപ്പ് ചെയ്യുന്നത്, പിന്നെ ഈ ഭാഗത്ത് ടാപ്പ് ചെയ്യുന്നത്, പിന്നെ കോളർ ബോൺ ടാപ്പ് ചെയ്യുന്നത്, ഇവിടെ ടാപ്പ് ചെയ്യുന്നത് മെല്ലെ, അതുപോലെ ഈ ഭാഗത്തും, അതുപോലെ ഈ ഭാഗത്ത്, അങ്ങനെയുള്ള, പിന്നെ ഈ വാരിയലിന്റെ ഈ ഭാഗത്ത് വന്ന് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്, പിന്നെ വിരലുകൾ തമ്മിൽ ഇവിടെ നമ്മള് ഇതൊക്കെ എന്താണെന്നറിയോ? ഈ സംഗതി എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ എനർജി പോയിന്റ്സ്, എനർജി ഫ്രീക്വൻസി ഒന്ന് ആ ഒരു ടോക്സിൻ റിമൂവ് ചെയ്യാനുള്ള ഒരു സംഭവം. നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിട്ടുണ്ടാവും. ഈ ഡൗൺ ആയ സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ടാപ്പ് ചെയ്യുക, ഇങ്ങനെ ഇരുന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും,
നമുക്ക് എനർജി ഇങ്ങനെ വരും. നമ്മളെ നല്ല മൈൻഡോട് കൂടി എവിടെയും കാം ആൻഡ് ക്വയറ്റ്ലി ഇരുന്ന് ഒരു സംഗതിയിലേക്ക്, ഒരു പച്ചയിലേക്ക്, ഒരു പച്ചപ്പിലേക്ക് നോക്കുമ്പോൾ സംഗതിയിലേക്ക് കുറെ നേരം നോക്കിയിരുന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര എനർജി ബൂസ്റ്റ്, ഒരു പ്രത്യേക തരം ഇത് വരും. മനസ്സിലായില്ലേ? ഇത് EFT നിങ്ങൾക്ക് അറിയുന്ന ഒരുവിധ ആൾക്കൊക്കെ EFT പഠിച്ചവർ തന്നെയാണ്. അല്ലാത്തൊരു കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ഞാൻ പറയണം, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, EFT പഠിച്ചവരും അതിനെ കുറിച്ച് ഇപ്പൊ മറന്നു പോകും ചിലർക്കൊക്കെ. ആ ഒരു ഇതിലേക്ക് ഇങ്ങനെയുള്ള ബൂസ്റ്റപ്പ് ക്ലാസ് കേൾക്കുമ്പോഴാണ് ഒന്നും കൂടി ആ ഒരു എനർജി വരിക, അല്ലെ? അവയർനെസ്സിൽ വരിക. അപ്പൊ നമ്മൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. എവിടുന്ന് ക്ലാസ് ഏത് തരത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ അവെയർ ആവുക, അത് ശരിക്കും ഗ്രാസ്പ് ചെയ്തെടുക്കുക. കിട്ടുന്ന ക്ലാസ്സുകൾ, ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ, നമ്മൾ പല ക്ലാസ്സുകളായാലും ശരി, പല ബുക്കുകളും ഞാൻ വായിച്ചിട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പ്രസംഗങ്ങളും ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് തന്നെ നമുക്ക് ഓരോ അവബോധങ്ങളും, ആ അവബോധത്തിൽ നമുക്ക് അവയർനെസ്സിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. ഇപ്പോഴും ഞാനൊരു ശിശു അങ്ങളെ മുമ്പിൽ കേട്ടോ, ഇപ്പോഴും ശിശു, ഞാൻ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആളാ. ഒന്നുമല്ല, ഞാനല്ല, ഞാൻ എൻ്റെ ഉള്ളിലുള്ള സോൾ. അപ്പോഴും ഞാൻ എന്നൊരു സംഭവമല്ല. ഞാൻ പറയുമ്പോൾ ഞാൻ ഈഗോ അല്ല. ഈഗോ ആയിട്ട് മാറാം. ഞാൻ എന്ന വ്യക്തിയല്ല, എൻ്റെ ഉള്ളിലുള്ള ഒരാൾ. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻറ്റ്യൂഷൻ, ആ ഒരു വാക്കുകളാണ് ഞാൻ പറയുന്നത്. എനിക്ക് വന്ന വൈബ്രേഷൻ, എനിക്ക് വന്ന റിസൾട്ടുകൾ, ഈ ഫൊർഗീവ്നെസ് കൊണ്ട് എനിക്കുണ്ടായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അത്രയും ആത്മവിശ്വാസത്തോടെ പറയണം. എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇൻറ്റ്യൂഷനാണ്, ഞാനല്ല സംസാരിക്കുന്നത്. ഈ കാണുന്ന അപ്പിയറൻസ് അല്ല, എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇൻറ്റ്യൂഷനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ഒരു എനർജിയിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഫൊർഗീവ്നെസ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഫൊർഗീവ്നെസ് നമ്മൾ ഓരോ നിമിഷവും സെൽഫ് ഫൊർഗീവ്നെസ് ആയാലും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനും നമ്മൾ ചെയ്തേ മതിയാവും. ഓരോ നിമിഷവും നമ്മൾക്ക് ഓരോ ഇമോഷൻസ് നമ്മൾ ഹീൽ ചെയ്ത് കളയാ. ഈ ഇമോഷൻസ്, അതായത് നമുക്കിപ്പോ ഒരു വ്യക്തിയോട്, ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ സെൽഫ് ഫോർഗീവ്നെസ്സിനെ പറ്റി സംസാരിച്ച് ഇമോഷനെ പറ്റി നമ്മൾ ഹീൽ ചെയ്യാന്നുള്ള ഒരു തെറാപ്പി മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. ഹോപ്പോനോപ്പോ, അതുപോലെ തന്നെ നമ്മൾ EFT മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു തെറാപ്പി, അല്ലെ? അതിനെ പറ്റിയിട്ട്, ഇതിനെ പറ്റിയിട്ട് മൊത്തത്തിൽ ഒരു തെറാപ്പി ക്ലാസ് നമ്മൾ വേറെ എടുക്കട്ടോ. ഇത് ഒരു ബ്രീഫായിട്ടൊരു ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് മെത്തേഡായിട്ട്, ഇതിന്റെ കറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ നമ്മൾ EFT മൂവി ടെക്നിക്ക് ആണെങ്കിലും ശരി, എല്ലാ തരത്തിലുള്ള അതിൽ വരുന്ന ഒരുപാട് ടെക്നിക്കുകളൊക്കെ നമ്മൾ അതിന്റെ വ്യക്തമായിട്ട് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞു തരും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഫോർഗീവ്നെസ് അതേഴ്സ്, രണ്ടാമത് ഫോർഗീവ്നെസ് അതേഴ്സ്. നമ്മളൊരു വ്യക്തിയോട്, ഇപ്പൊ നമ്മള് ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മളെ വീട്ടിലുള്ള ഒരാളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, റിലേറ്റീവിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും സംഭവത്തിൽ അയാളൊരു വിഷമം തോന്നി, ആ ഒരു ഇമോഷൻ നമ്മളെ മനസ്സിൽ കുടുങ്ങി കിടക്കുക. എന്നോട് അയാൾ പറഞ്ഞത് ശരിയായില്ല, എനിക്ക് അയാൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, അയാൾ അങ്ങനെ ഭയങ്കര ഒരാളാണ് അപ്പൊ നമ്മളെ മനസ്സിൽ ഈഗോ അടിഞ്ഞുകൂടി അയാളോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യവും വെറുപ്പും ഇങ്ങനെ തുളുമ്പുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താവും? നമുക്ക് തന്നെ ദോഷം. അയാളെ നന്നാക്കാൻ പോകണ്ട, നമ്മൾ നന്നായാൽ നമ്മളെ പരിസരവും നന്നാവും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ നന്നായാൽ നമ്മളെ ചുറ്റുപാടും നന്നാവും. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കണ്ട, നമ്മൾ നന്നാവുക. നമ്മൾ നന്നാവുമ്പോൾ നമ്മളെ മുന്നിലുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് നന്നായി പോകും. ഇത് യാതൊരു സംശയമില്ല. നമ്മളിലേക്ക് നോക്കുക, എപ്പോഴും പറയുന്ന നമ്മളിലേക്ക് നോക്കുക. സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, സെൽഫ് ഫോർഗീവ്നെസ്, അങ്ങനെ നമ്മൾ എപ്പോഴും സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മൾ സ്വയം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കുക, നമ്മളോട് തന്നെ നമ്മൾ പുറത്തു കൊടുക്കുക. എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ട് അയാളെ ശരിക്കും മനസ്സിൽ നമ്മൾ ആ ഒരു മൂവിയായിട്ട് ശരിക്കും കാണുക, കണ്ടിട്ട് അയാളോട് നമ്മൾ പുറത്തു കൊടുക്കുന്ന രീതിയുണ്ട്. എല്ലോ മൈസെൽഫ്, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നെ ഒരുപാട് തളർത്തി കളഞ്ഞു, നീ അത് ചെയ്തത് ശരിയായില്ല, നീ എന്നെ വഞ്ചിച്ചു. എങ്കിലും എൻ്റെ സമാധാന ജീവിതത്തിനും സന്തോഷ ജീവിതത്തിനും, പിന്നെ നിന്റെ സന്തോഷ ജീവിതം സമാധാന ജീവിതത്തിനും വേണ്ടി അങ്ങനെയോടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര പവർ കൂടും. നമുക്ക് അതാണ് പറയുന്നത്, ഫോർഗീവ്, നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയണം. അപ്പൊ നമ്മളെ മനസ്സിങ്ങനെ വെമ്പല്, ഒരാൾ ചോദിക്കും നമ്മളോട്, അങ്ങനെ വേണോ, അയാളുടെ സന്തോഷം നമ്മൾ ആഗ്രഹിക്കണോ? അപ്പൊ നിന്റെ സന്തോഷ ജീവിതത്തിനും സമാധാന ജീവിതത്തിനും വേണ്ടി ഞാൻ പുറത്തു തരുന്നു, നിനക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു, ക്ഷമിച്ചു തരുന്നു എന്ന് നമ്മൾ മൈൻഡ് കൊണ്ട് സമർപ്പിക്കണം. അക്സെപ്റ്റ് ചെയ്ത് സമർപ്പിച്ച് പറയണം. ചിലർ പറയാറുണ്ട്, ഫോർഗീവ്നെസ് ഒരുപാട് പറഞ്ഞിട്ട് ഒന്നും ആവുന്നില്ല,
വീണ്ടും വീണ്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ദേഷ്യം വെറുപ്പൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നന്നാവാത്തോണ്ട നമ്മളെ ഉള്ളിലുള്ള ആ ഒരു കറ അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അത് ശരിക്കൊന്ന് തേച്ച് കഴുകിയാലുള്ള പോവുള്ളൂ. ആ കറ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തേച്ച് കഴുകി മിനുക്കിയാൽ മാത്രമേ അത് പോവുള്ളൂ. അത് അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ പുറത്തു കൊടുത്തു നമ്മളിങ്ങനെ പറയും, അല്ലെ? പക്ഷെ നമ്മൾ പുറത്തു കൊടുത്തിട്ടില്ല. നമ്മൾ ഒരിക്കലും പുറത്തു കൊടുത്തിട്ടില്ല. പുറത്തു കൊടുക്കാൻ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നില്ല. അയാളുടെ സമാധാന ജീവിതം, അയാളുടെ സന്തോഷ ജീവിതം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ കഴിയുക? അപ്പൊ ഇത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം, നിങ്ങളെ മനസ്സുകൊണ്ട് നിന്റെ സമാധാന ജീവിതത്തിന്, നിന്റെ സന്തോഷ ജീവിതത്തിന് വേണ്ടി ഞാനിതാ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അടിപൊളിയായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അത്രയും എനർജി വൈബ്രേഷനാണ് നമുക്ക് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സുമാണ്. നമ്മളെ മെന്റൽ ഹെൽത്ത്, അല്ലെ? മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യം നിലനിർത്തണമെന്ന് ആരുടെ അവകാശം, ആരുടെ നിർബന്ധം? നമുക്ക് ആവശ്യമാണ്, മറ്റുള്ളവരല്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും അവരോട് ദേഷ്യം വഴക്കും വക്കാണവും ഒക്കെ ആയിട്ട് നിന്നാലും ആർക്കാ പ്രശ്നം? ആർക്കാണ് പ്രശ്നം? നമുക്കാണ് പ്രശ്നം. അവരൊക്കൊന്നല്ല, നമുക്കാണ് പ്രശ്നം. അവരോട് നമ്മളിങ്ങനെ നിരന്തരം ഫൈറ്റ് ചെയ്തിട്ടും അവരോട് ഇങ്ങനെ പ്രശ്നമാക്കിയിട്ടും നിന്ന് കഴിഞ്ഞാൽ നമുക്കാണ് പ്രശ്നം. നമ്മൾ ഇമോഷനായി പോവും. നമുക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഒക്കെ കയറി ആകെ ഇതാവും. എപ്പോഴും സന്തോഷമില്ലാത്ത ദിവസങ്ങളായിരിക്കും. എല്ലാവരോടും ദേഷ്യമായിരിക്കും, സ്നേഹം ഉണ്ടാവില്ല, സെൽഫ് ലവ് തീരെ ഉണ്ടാവില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവർക്ക് വിട്ടുവീഴ്ച നൽകുക, കൊടുക്കുക, പുറത്തു കൊടുക്കുക. നമ്മൾ മനസ്സുകൊണ്ട് സമർപ്പിക്കുക. എനിക്കിതിന് വിട്ടുവീഴ്ച നൽകിയാലേ എനിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരണം, അല്ലെ? എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പറഞ്ഞാൽ നമ്മൾ ഡയലോഗ് അടിച്ചാൽ പോരാ. ഈ പറഞ്ഞ എന്നിലേക്ക് തന്നെ ഞാനും പറയുന്നുട്ടോ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്നിലെ കാര്യങ്ങളാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. എന്ത് സങ്കടം, എന്ത് ദേഷ്യം നിന്നോട് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും എന്റെ സമാധാന ജീവിതം, എന്റെ ഉയർന്ന ജീവിതത്തിലും ഉയർന്ന നിലവാരമുള്ള ജീവിതത്തിനും വേണ്ടി ഇതാ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ സമർപ്പിച്ച് പറയാൻ കഴിയണം. എന്നാലുള്ളൂ നമ്മൾ ആ ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ചെയ്താലുള്ളൂ നമുക്ക് ആ സെൽഫ് ലവ് ഒക്കെ ശരിക്കും നിലനിൽക്കുള്ളൂ. നമ്മളെ മൈൻഡ് എപ്പോഴും മനസ്സ് കാമൻ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരോടും ഒന്ന് നിറഞ്ഞ് പുഞ്ചിരിക്കാൻ കഴിയും, നമുക്ക് പോലും കഴിയില്ല. എന്താണ്? ഉള്ളിൽ ആ ദേഷ്യം പൊറപ്പൊക്കെ ഉണ്ട്, അല്ലെ? അങ്ങനെ നമുക്ക് ഈ ഒരു ദിവസം നമ്മൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോ ആരോടെങ്കിലും, ഒരു ബസ് കണ്ടക്ടറോട് എന്തെങ്കിലും ഉണ്ടായി, അല്ല അവരോട് എന്തെങ്കിലും ചില്ലറ വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ചെറിയൊരു ഇമോഷൻസ്, ചെറിയൊരു എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായി, അവരോട് ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി. ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ മനസ്സിലാണുള്ളത്, അവരെയല്ല. നമ്മളിലേക്കാണ് നോക്കേണ്ടത്. നമ്മളെ ആരോഗ്യം നമുക്ക് വലുത്, അല്ലെ? നമ്മളെ മെന്റൽ ഹെൽത്തും നമ്മളുടെ ശാരീരിക ഫിസിക്കൽ ഹെൽത്തും നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പുറത്തു കൊടുക്കുക. അന്ന് ആ കിടക്കുന്ന സമയത്ത് തന്നെ ശരിക്ക് നമുക്ക് വിട്ടുവീഴ്ച ശരിക്ക് ചെയ്തു കൊടുക്കുക, കാമൻ ക്വയറ്റായിട്ട്. അതിനുള്ള നല്ല നല്ല മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയ ഫോർഗീവ്നെസിനെ പറ്റിയിട്ടുള്ള മെഡിറ്റേഷനും അതെല്ലാം തന്നെ നമുക്ക് സ്വന്തം തന്നെ നമുക്ക് ആ ഒരു വ്യക്തിക്ക് ഇതാ ഞാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, പുറത്തു കൊടുക്കുന്നു, ഐ ലവ് മൈ സെൽഫ്, ഐ ഫോർഗീവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്. അതോടുകൂടെ തന്നെ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഈ ഒരു മന്ത്രം എപ്പോഴും ഇതിന്റെ കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹീലായി പോകുന്നവരാണ്. നമ്മളിങ്ങനെ ഓരോ ചെറിയ ഒരാളോട് വെറുപ്പ് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു മന്ത്രം ഹോ ഹോപ്പോനോപ്പോ എന്നുള്ള ഒരു മന്ത്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ആ ദ്വീപിലുള്ള സമൂഹം അത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആ മന്ത്രം ചൊല്ലിയിട്ട് നമുക്കിങ്ങനെ പറയാം. നമ്മൾ പറയില്ല അസ്തഗ്ഫിറുല്ലാ, നമ്മൾ ഇതിൽ പറയും, ഇല്ല, പല രീതിയിലും പറയും. നമ്മൾ പുറത്തു കൊടുക്കുക, നമ്മളെ മനസ്സിലൂടെ നമ്മൾ സ്വന്തത്തോട് പുറത്തു കൊടുക്കുക, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. ഐ ഫോർഗീവ് മൈസെൽഫ്, അല്ലെ? അങ്ങനെ നിനക്ക് ഞാൻ പുറത്തു തരുന്നു, നിനക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മൈൻഡ് സമർപ്പണം ചെയ്യണം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. എന്നിട്ടും നമുക്ക് അത് ഉണ്ടെങ്കിൽ
ആ മനസ്സിൽ നമ്മൾ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. പിറ്റേ ദിവസം വീണ്ടും അയാളോട് അതേ ദേഷ്യം തോന്നുകയാണെങ്കിൽ നമ്മളൊരു ഫോർമാലിറ്റി പോലെ നമ്മൾ ചെയ്തു, നമ്മളെ പ്രാക്ടീസ് ചെയ്തു, പക്ഷെ നമുക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിന്റെ കാരണം. നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. വിട്ടുകൊടുത്താലല്ലേ പോവുള്ളൂ നമ്മളെ ഇരുന്ന്, അല്ലെ? ആ ഒരു ഇമോഷൻസ് ശരിക്കും റിമൂവ് ആയി പോവുക എങ്ങനെ? നമ്മൾ വിട്ടുകൊടുക്കാൻ കഴിയണം. വിട്ടുകൊടുക്കുന്നില്ല നമ്മളിങ്ങനെ പറയല് മാത്രമേ ഉള്ളൂ, ഡയലോഗ് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയോടാണെങ്കിലും ഓരോ ഇമോഷൻസിനാണെങ്കിലും നമ്മൾ സ്വന്തത്തോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും പുറത്തു കൊടുത്ത് ജീവിക്കുക. ഫോർഗീവ്നെസ്സിനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ഓരോ കഥകൾ വെച്ചിട്ട് പറയാനുണ്ട്. ഇന്ന് രാത്രി നമ്മൾ സംസാരിച്ചെത്തിയില്ല. അപ്പൊ ഇനിയുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ, നമുക്ക് ഒന്നിനൊന്നായിട്ട് ഓരോ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മിക്സ് ആയിട്ട് നമുക്ക് ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളോട് ഷെയർ ചെയ്യാം അവയർനെസ് ഇങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ വിവരങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഗ്രാസ്പ് ചെയ്തിട്ട് അത് ലൈഫിൽ നമുക്ക് പകർത്തിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഫോർഗീവ്നെസ് ആയാലും സെൽഫ് ലവ് ആയാലും ശരി, ഗ്രാറ്റിറ്റ്യൂഡായാലും ശരി, നന്ദി പറഞ്ഞ് ഈ പറഞ്ഞ അവർ പുറത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പറഞ്ഞ് ശീലിക്കുക. നന്ദി പറയാ, താങ്ക് യു, താങ്ക് ഗോഡ്, പടച്ച റബ്ബിന് നന്ദി, സർവശക്തിന് നന്ദി, അല്ലെ? അങ്ങനെ പറഞ്ഞ് ദൈവത്തിന് നന്ദി, അതുപോലെ ഈ പറഞ്ഞ ഇവർക്ക് നന്ദി, അവർക്ക് നന്ദി പറയാ, താങ്ക് യു, അവരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ മൈൻഡിൽ ശരിക്കും അവർ മുന്നിൽ നമ്മൾ നിൽക്കുന്ന പോലെ വിഷ്വല് കാണുക, ശരിക്കും ആ വിഷ്വല് കാണുക, എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കുക. അപ്പൊ നമുക്കൊരു റിലാക്സേഷൻ വരും, ശരിക്കും ഒരു ഫീല് വരും, ശരിക്കും നമ്മൾ അവർക്ക് പുറത്തു കൊടുത്തു എന്നുള്ളൊരു ഫീല് വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പണം നടത്തുക. ഇത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയോട് പുറത്തു കൊടുക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല, എന്റെ ഉറക്കം കെടുത്തുകയാണ്. അതുപോലെ ഈ ഫോർഗീവ്നെസ് ചെയ്യില്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ വെൽത്ത് ബ്ലോക്ക് ഒക്കെ നന്നായിട്ടുണ്ടാവും. വെൽത്ത് ബ്ലോക്ക് അത് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കൽ മാത്രമല്ല, സെൽഫ് ഫോർഗീവ്നെസ്സിൽ വരുന്നത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പൈസ വരാത്തതിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും. അത് ഇന്ന സമയത്ത് ഒരാൾ സാധനം തന്നതിൽ നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തി കൊടുക്കും. അത് പറയുമ്പോൾ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ, വെൽത്ത് ബ്ലോക്കാണ് വരിക, വെൽത്ത് ബ്ലോക്ക്. പിന്നെ നിങ്ങൾക്കറിയോ, ഇതിന് പറയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർഗീവ്നെസ് ഇല്ലാത്ത ഈ, അതായത് പിന്നെ ക്ഷമിച്ചു കൊടുക്കാതെ ഈ വെറുപ്പും പകയും മനസ്സിലുണ്ടെങ്കിൽ വലിയ വലിയ മാരകമായ രോഗങ്ങളാണ് കാർന്നെടുക്കുന്നത് നമ്മളുടെ ശരീരം മനസ്സൊക്കെ. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ ഫോർഗീവ്നെസ് തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന പറഞ്ഞു. ചിന്തിച്ചു നോക്കാം നമ്മൾ. അപ്പൊ എല്ലാ അസുഖങ്ങളും നമ്മൾ പഠിച്ചു, മൈൻഡും ബോഡിയും ഒന്നാണ്, അല്ലെ? ഒന്നാണെന്ന് നമ്മൾ പഠിച്ചു. ഒന്നാണ്, കണക്റ്റഡ് കൂടിയല്ല, ഒന്നാണ്, ഒരു സംശയമില്ല. അപ്പോ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ അടിഞ്ഞുകൂടിയ ആ ഇമോഷൻസും ഇത് എപ്പോ നോക്കിയാലും അസ്വസ്ഥകളും, അയാളുടെ അടങ്ങാത്ത പക, സ്വന്തത്തോട് പക, ഇത് വരുമ്പോ എന്താവും, നമ്മളെ മനസ്സിൽ ബ്ലഡ് മറ്റുള്ള അങ്ങനെല്ലാം പ്രവർത്തിച്ച് അതിലൂടെ വരുന്ന കോശങ്ങളും അതിലൂടെ വരുന്ന അടിഞ്ഞു കൂടുന്ന സംഭവങ്ങളുണ്ട്. കോശങ്ങളിലൂടെയും ആ പേശികൾ എല്ലാത്തിലൂടെയും സഞ്ചരിച്ച് അവിടെ ഹോർമോണുകൾ, പലതരത്തിലുള്ള ഹോർമോണുകൾ, അതായത് പ്രതിരോധ ശക്തി നഷ്ടപ്പെടും. പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റുള്ള ഈ രോഗങ്ങൾ, ക്യാൻസറിന്റെ അണുക്കൾ, മറ്റുള്ള ഇതൊക്കെ വരുമ്പം അത് ശരിക്കും അതിനുള്ള വഴി തുറന്നു കൊടുക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഈ പക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. പക നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. തീർച്ചയായും നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഒരാളോട് പകയില്ലാത്തൊരു ലൈഫ്, പകയില്ലാത്തൊരു ജീവിതം, ഒരാളോട് ദേഷ്യമില്ലാത്തൊരു ലൈഫ്, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും അടിപൊളി ലൈഫായിരിക്കും നമ്മളെ. ഓക്കെ. അപ്പൊ ഫോർഗീവ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയും മണിക്കൂറുകൾ എനിക്ക് പറഞ്ഞാൽ തീരില്ല. എന്നിരുന്നാലും ഇനിയും പല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായും നിങ്ങളത് വരിക, പങ്കെടുക്കുക. ഓക്കെ. ഇത്രയും ഫോർഗീവ്നെസ്സിനെ പറ്റി ഇത്രയും നമ്മൾ അരമണിക്കൂറെ നമ്മൾ ഉദ്ദേശിച്ച്, എന്നിരുന്നാലും അതിൽ കൂടുതൽ ദൈർഘ്യം ആയി, കാരണം പറഞ്ഞ തീരില്ല വിഷയങ്ങൾ. എന്നിരുന്നാലും ഇറ്റ്സ് ഓക്കെ. എന്നെ കേൾക്കാൻ, ഈ ഫോർഗീവ്നെസ്സിനെ പറ്റിയിട്ടുള്ള വിവരം, ഈ ഒരു അവയർനെസ് കേൾക്കാൻ ക്ഷമയോടെ കാത്തു നിന്ന, അവിടെ നിങ്ങൾ ക്ഷമ പാലിച്ചു, ക്ഷമിച്ച് നിങ്ങൾക്കത് ജീവിതത്തിൽ പകരണം എന്ന ഒരു മൈൻഡ് സെറ്റോടുകൂടി എന്നെ മുമ്പിൽ നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കോടാനുകൂടി നന്ദി. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.
മ്യൂട്ട് ചെയ്ത് തരാം, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് തരാം. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം, പറഞ്ഞോളൂ. സർ ഇത് അൺമ്യൂട്ട് ആണല്ലോ ഓൾറെഡി. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. സൂപ്പർ ക്ലാസ്, നല്ലോണം മനസ്സിലാകത്തക്ക രീതിയിൽ താങ്ക് യു സർ. താങ്ക് യു എല്ലാവർക്കും അകത്താൻ ശ്രമിക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആരെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. താങ്ക് യു സാർ. ക്ലാസ് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഈ ഫോർഗിവ്നെസ് നമ്മൾ ക്ഷമ കൊടുക്കണം അല്ലേ എല്ലാവർക്കും? അതെ അതെ. ക്ഷമിച്ചാൽ മാത്രമേ നമ്മള് അത് റിക്കവറി ആകാം മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെ? എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ അതില്, രോഗമായിട്ടും അല്ലാതെ വെൽനെസ്സും എല്ലാം ശരിയാവും അല്ലെ? ഇതില് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊക്കെ എല്ലാവർക്കും വെൽത്ത് ബ്ലോക്ക് ഒരുവിധം ആൾക്കാർക്കുണ്ട്. മാനസികമായി ഇവര് എന്നാലും പറയും നമ്മൾ വെൽത്ത് ബ്ലോക്കാണ്, പണം വരുന്നില്ല. ഈ പണം വരുന്നില്ല, ഇന്നലെ എനിക്ക് പണം കിട്ടിയില്ല, അപ്പോഴും നമ്മൾ പണത്തോട് വെറുപ്പാണ്, പണത്തോട് നമ്മൾ ദേഷ്യപ്പെട്ടു, ആ പണം വന്നില്ല, ആ പണം എന്നിട്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തെ നമ്മൾ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ ഉള്ളിൽ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സെൽഫ് ഫോർഗിവ്നെസ് ചെയ്യുക. ഫോർഗിവ്നെസ് അതേഴ്സ് ആണെങ്കിലോ, അയാൾ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിലോ സംസാരത്തിലോ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക. ഇതാണ് ഇതിന്റെ രഹസ്യം. ഫോർഗിവ്നെസ് ലൈഫിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു രഹസ്യമാണ്. അത് നമ്മൾ ശരിക്കും അത് മനസ്സിലിരുത്തി അത് ശരിക്കും ഗ്രാസ്പ് ചെയ്തെടുക്കുക. എനിക്ക് നന്നാവണമെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം, സ്വന്തത്തോട് പുറത്തു കൊടുക്കണം, എന്നാലേ എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ഈ സെൽഫ് ലവ് ഒന്ന് ചുരുക്കി പറയാമോ? സെൽഫ് ലവ് കുറിച്ചിട്ട്. സെൽഫ് ലവിനെ പറ്റിയിട്ട് നമുക്കൊരു ടോപ്പിക് ഉണ്ട്, സെൽഫ് ലവിനെ പറ്റിയിട്ട് നമ്മൾ അത് വേറെ ടോപ്പിക്കിൽ തന്നെ നമുക്ക് വരും. സെൽഫ് ലവ് എന്താണ്, നമുക്ക് അതിൽ തന്നെ കുറെ നെഗറ്റീവ് ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് അതിനെ തുരത്തി ഓടിക്കാം, കൂടുതൽ ഒരുപാട് ചിന്താഗതികൾ എങ്ങനെ വളർത്തിയെടുക്കാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് പോസിറ്റീവായിട്ട് ഇരിക്കാം എന്നുള്ളതിനെ വിശദീകരിച്ച ഒരു ടോപ്പിക് നമ്മൾ വരും. അതല്ല സാർ, അത് നമ്മള് സെൽഫ് ലവ് ചെയ്യൂലേ, ഹാപ്പി, അത് എങ്ങനെ ഒന്നും ചുരുക്കി പറയൂ? പറഞ്ഞില്ലേ, സെൽഫ് ലവ് നമ്മൾ ഇതിന്റെ പ്രധാന ഘടകം കൂടിയാണ്. സെൽഫ് ലവ് നമ്മൾ ഫോർഗിവ്നെസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു സംഭവമാണ് സെൽഫ് ലവ്. ഫോർഗിവ്നെസ് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ഒരിക്കലും സെൽഫ് ലവ് ഉണ്ടാവില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയില്ല, എപ്പോഴും മനസ്സിൽ ഇറിറ്റേഷൻ ആയിരിക്കും, വെറുപ്പായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഒരാളോട് സ്നേഹിക്കാൻ കഴിയില്ല അല്ലെ? ഇതാണ് ഇതിന്റെ രഹസ്യം. അല്ല, അത് നമ്മൾ ചെയ്യണത് എങ്ങനെയാണ് എന്ന് ചുരുക്കിയിട്ട് ചെയ്യേണ്ട വിധം ഒന്ന് പറയൂ, ഒരു മിനിറ്റില്. അതന്നെ നമ്മൾ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സെൽഫ് ലവ് വളർത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട്. കാരണം അതിന് വേറെ ടോപ്പിക് നമുക്കുണ്ട്. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് നമ്മൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് മടിയില്ലാതെ ചെയ്യുക. ഓരോ കാര്യങ്ങൾ, നമുക്ക് എന്തെല്ലാം കാര്യം, പുസ്തകങ്ങൾ വായിക്കുക, നമ്മൾ ആനന്ദം കണ്ടെത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോണ് അഡിക്ഷൻ ആയിട്ട് അതിന് മാറി നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കുക. നല്ല നല്ല ആളുകളായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ബിൽഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ സ്വയം ഉള്ളിലുള്ള ആത്മാവ്, സോളാണ് ഞാൻ എന്നൊരു സംഭവമല്ല. ഞാൻ പറയാറില്ല, ഞാൻ എന്ന് പറയുന്ന സംഭവമല്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മാവിനെ നമ്മൾ ശരിക്കും പ്രണയിക്കുക. ഐ ലവ് മൈ സോൾ, ഐ ലവ് മൈ സെൽഫ്. ഇതിനെ സ്നേഹിച്ചാലുള്ളൂ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലെ? സ്വന്തത്തെ സ്നേഹിക്കാൻ പറ്റും. അപ്പോ നമുക്ക് സെൽഫ് ലവ് വളർത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല
കാര്യങ്ങൾ ചിന്തിക്കാം, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ചെയ്യാം. വീട്ടില് എന്തെങ്കിലും ആളുകൾക്ക് നല്ല നല്ല ക്ലീനിങ് ഒക്കെ നല്ല ചെയ്യാനായിരിക്കും താല്പര്യം, എപ്പോഴും നല്ല വീട് നല്ല വൃത്തിയോട് കൂടി ഇരിക്കാനൊക്കെ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണോ അത് നല്ല ഭംഗിയോട് കൂടി ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ലേ? നെഗറ്റീവ് പറയുന്ന ആളുകളായിട്ട് ഒന്ന് സ്കിപ്പ് ആവുക, അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക. പുറത്തു കൊടുത്ത് നന്നായില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് അതിനെ ഇഗ്നോർ ചെയ്യുക, മാറി നിൽക്കുക. നമ്മൾ അങ്ങോട്ടൊന്നും പ്രതികരിക്കാനോ ഇതാക്കാനോ പോകാണ്ടിരിക്കുക. സെൽഫ് ലവ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിനൊക്കെ ഒരു മെയിൻ ഘടകം ഞാൻ പറഞ്ഞല്ലോ, അക്സെപ്റ്റൻസ് ആണ്. എന്തിനേയും ഏതിനെയും അംഗീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വരും സെൽഫ് ലവ്. സെൽഫ് ലവ് ഒരു അനന്ത സാഗരാണ്. ഒരുപാട് സെൽഫ് ലവ് വളർത്താനുള്ള ഇതുകളുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയാം, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്നാല് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ടോട്ടൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേട്ടോ. സാർ, നമുക്ക് പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ടൈം മോർണിംഗ് അല്ലേ? ആ അതെ അതെ, പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ടൈം മോർണിംഗ് ആണ്. പിന്നെ നമുക്ക് മോർണിംഗിൽ ചിലർക്ക് ടൈം കിട്ടാത്തവരുണ്ടാവും, അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. മോർണിംഗില് ഏർലി മോർണിംഗിൽ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, മറ്റുള്ള പ്രാക്ടീസുകൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താ, സി യു. നല്ലൊരു ശുഭരാത്രി എല്ലാവരോടും ഞാൻ ആശംസിച്ച്, നല്ല സുഖമായി നിങ്ങൾ ഉറങ്ങിക്കോളൂ. നല്ല നല്ല സ്വപ്നങ്ങളും കണ്ട് നല്ല 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 ചിന്തകൾ, നല്ല നല്ല വരാനിരിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടണ്ട. ഈ നിമിഷത്തെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുക. ഈ നിമിഷത്തെ ഞാൻ ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ പിന്നെ നന്ദി പറഞ്ഞിട്ട്, സർവശക്തനോട് നന്ദി പറഞ്ഞിട്ട്, അതിനൊക്കെ നമ്മൾ ഈ സൗന്ദര്യത്തോടെ ഇത്രയും ഭക്ഷണം കഴിക്കാൻ, രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ നന്ദി പറഞ്ഞു ഫൊർഗീവ് ചെയ്തിട്ട് നല്ല ശാന്തതയോട് കിടന്നു ഉറങ്ങിയപ്പോ നല്ല സുഖമുള്ളൊരു ഉറക്കമായിരിക്കും. അപ്പൊ നമ്മൾ ആ രീതിയിൽ എല്ലാവർക്കും നല്ല സുഖമായി ഉറങ്ങാൻ കഴിയട്ടെ. വേറെല്ല ആവശ്യമില്ലാത്ത ദുസ്വപ്നങ്ങളൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയും. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നല്ലൊരു ഹാബിറ്റ് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ഒരു നെഗറ്റീവ് എനർജി, ഈ ശൈത്താൻ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ നെഗറ്റീവ് എനർജിയാണ്. ഇതൊക്കെ നമ്മളിലേക്ക് അടുക്കില്ല. മനസ്സിലായി? പോസിറ്റീവ് ഇരിക്കുമ്പോൾ ഒരു ശല്യങ്ങളും നമ്മുടെ മേലിൽ വരില്ല. താങ്ക് യു. Okay, sir. Thank you. Good night. Thank you, sir. Thank you so much. താങ്ക് യു all. Thank you. Thank you so much, sir. Good night. Good night. Thank you, sir. Thank you.